എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്രിസ്മസ് തീമിലുള്ള കേക്കുകളുടെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വൈറ്റ് ഫോറസ്റ്റും അതുപോലെ ബട്ടർ സ്കോച്ച്, സ്പാനിഷ് ഡിലൈറ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് ഇത്രയും ഫ്ലേവറിലൊക്കെയാണ്, പിന്നെ സ്ട്രോബെറി ഇത്രയും ഫ്ലേവറിലൊക്കെയാണ് കേക്ക്സ് ഉണ്ടായിരുന്നത് കേട്ടോ ചെയ്യാനായിട്ട്. ചില കേക്കുകൾ ഒരുമിച്ച് വരും, ചിലത് ഒറ്റയ്ക്ക് പിന്നെ ആയിരിക്കും വിളിച്ച് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഒന്നിച്ചത് എഗ്ഗ് ബീറ്റ് ചെയ്ത് ചെയ്യാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. ഇത് ഒരു വട്ടം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പിന്നെ അടുത്തത് സെയിം ചിലപ്പോൾ ആ കേക്ക് തന്നെ ആയിരിക്കും വീണ്ടും വരാം. അപ്പോൾ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വലിയ പ്രശ്നമില്ലാത്ത കാരണം നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ കേക്ക് ബാറ്റർ എഗ്ഗൊക്കെ ബീറ്റ് ആവുന്ന ടൈം കൊണ്ടാണ് ഫ്ലോർ അരിച്ച് വെക്കുന്നതും അതുപോലെ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ പാനൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയിട്ട് വരും. പിന്നെ അതിൻ്റെ ബ്ലേഡൊക്കെ മാറ്റിയിട്ട് മിക്സ് ചെയ്യുന്ന ബ്ലേഡ് ഇട്ടിട്ട് ആണ് പിന്നെ ചെയ്യുക. ഒരു കേക്കൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഞാൻ അതിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാറ്. പക്ഷേ ഒരുപാടുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കൂടുതലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേഗം പണിയും കഴിയും. പിന്നെ ചില കേക്കിനൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പീസ് കേക്കൊക്കെ പോയതൊക്കെ ഭയങ്കര തിരക്കിലായിരുന്നു. ആ ടൈമിൽ ക്യാമറ ഓൺ ചെയ്യാനും വീഡിയോ എടുക്കാനും അങ്ങനെയുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതൊന്നും പിന്നെ കുറേ അധികമൊന്നും വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. ഡെക്കറേഷനൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, എന്നാലും ഫൈനൽ ഫോട്ടോയും കൊടുക്കാം. അല്ലാണ്ട് മേക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ അതൊന്നും നടക്കില്ല. നമുക്ക് ക്യാമറ വെച്ച് അത് സെറ്റ് ചെയ്യണം, ഇത് നോക്കലും എല്ലാം കൂടെ ആകുമ്പോൾ ആകെ ബുദ്ധിമുട്ടായ കാരണം ഞാൻ പിന്നെ വെച്ച് ഇവന് കുറച്ചൊക്കെ കാണിക്കാം, ബാക്കിയുള്ളതൊക്കെ പിന്നെ വീഡിയോയിൽ എപ്പോഴെങ്കിലും കാണിക്കാമെന്നുള്ളത്. കാരണം വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടല്ലോ. അപ്പം എങ്ങനെ ചെയ്യണം, എന്താണ്, എവിടെ ക്യാമറ വയ്ക്കണം എന്നുള്ളതൊക്കെ ചില നേരത്തെ ഒരു കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ നടക്കാതായപ്പോൾ ഞാൻ പിന്നെ കേക്ക് എന്തായാലും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ക്യാമറ പിടിക്കുക എന്നുള്ളതും അത് വെക്കുക എന്നുള്ള അതങ്ങോട്ട് മാറ്റിയിട്ടാണ് കുറച്ച് കേക്കൊക്കെ ചെയ്തത്. എന്നാൽ അത്യാവശ്യം വീഡിയോ ഒക്കെ ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വൈറ്റ് ഫോറസ്റ്റിനുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി 2 പാനിലായിട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞ് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ഓവനിലേക്ക് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ കേക്കിൻ്റെ ഉള്ളിൽ എങ്ങനെയായാലും വലിയ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കാതിരിക്കാനാണ് ഞാൻ ടർക്കി ഇട്ടിട്ട് അതിൻ്റെ മേലെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അത് രണ്ടും ഓവനിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തു. അപ്പോഴേക്കും കിച്ചൺ ഒരുവിധമായിട്ടുണ്ടാവും, ഒരു ലെവലായിട്ടുണ്ടാവും. 2 ആയാലും 1 ആയാലും 5 കേക്കൊക്കെ ആയാലും ഈ ലെവൽ തന്നെ ആയിരിക്കും. പിന്നെ അതൊക്കെ വേഗം തന്നെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കേക്ക് ഇതായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാത്തിലേക്കുള്ള ഷുഗർ സിറപ്പ് സെറ്റാക്കാൻ വെച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ എപ്പോഴും ഒരു പട്ടയുടെ ചെറിയ പീസ് ഇട്ട് കൊടുക്കാറുണ്ട്. ഷുഗർ സിറപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ബ്ലാക്ക് ഫോറസ്റ്റിനും വൈറ്റ് ഫോറസ്റ്റിനും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ കേക്കൊക്കെ ബേക്കായി വന്നു, ചൂടാറി. അപ്പോൾ നല്ല ഫ്ലാറ്റ് ടോപ്പായിട്ട് തന്നെ കേക്ക് എപ്പോഴും കിട്ടാറ് കേട്ടോ. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും വരാറില്ല. നല്ല കളറിലും കിട്ടാറുണ്ട്. അപ്പോൾ ആ സൈഡിൽ കാണുന്ന ബ്രൗൺ പോലത്തെ നമുക്ക് വേണമെങ്കിൽ ചെറിയ കനം കുറഞ്ഞ നൈഫ് കൊണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് കളഞ്ഞാൽ അത് പോവും. പക്ഷേ കൂടുതൽ ഞാൻ കളയാറില്ല, കാരണം അതിൽ കരിഞ്ഞ ടേസ്റ്റ് ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ ചെറിയ കളറുണ്ടെന്നുള്ളൂ. മുകൾ ഭാഗത്തുനിന്ന് ഞാൻ കുറച്ച് എപ്പോഴും ഇങ്ങനെ എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള 3 ലെയറായിട്ട് തന്നെ കട്ട് ചെയ്യാം. 4 ലെയറായിട്ട് വേണമെങ്കിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. പിന്നെ 3 ലെയറാക്കി ചെയ്യുന്ന കാരണം പിന്നെ അങ്ങനെ എടുത്തെന്ന് മാത്രം. അങ്ങനെ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു. ക്രീം ബീറ്റ് ചെയ്യാനിട്ടു, പിന്നെ ബേസ് വെച്ചു, കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങിട്ടോ. അപ്പോൾ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് സ്ട്രോബെറിയുടെ ക്രഷ് വൈറ്റ് ഫോറസ്റ്റിൽ കൊടുക്കാറുണ്ട്. ചെറിയുടെ ടോപ്പിങ്സ് നോക്കി, പക്ഷേ ഷോപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെന്നപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ സ്ട്രോബെറിയുടെ തന്നെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടും ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ഫോറസ്റ്റിന്. അങ്ങനെ പിന്നെ വേഗം തന്നെ കേക്കൊക്കെ ഐസിങ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. ക്രിസ്മസിന് എന്തോ ഓർഡർ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറവായിരുന്നു. കാരണം ഞാനൊരു 7 മാസമായിട്ട് ബേക്കിംഗ് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ നവംബർ തൊട്ടിട്ടും അങ്ങോട്ടും മുകളിലേക്കുള്ള മാസങ്ങളിലൊന്നും കുറച്ച് നാൾ ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ പിന്നെ അവിടേക്ക് പോയതിൻ്റെ ശേഷം ഓർഡേഴ്സൊക്കെ കുറവാണ്. നമ്മുടെ നിന്ന് വാങ്ങുന്നവരൊക്കെ എന്തായാലും വേറെ വാങ്ങി തുടങ്ങുമല്ലോ. അപ്പോൾ
ഞാൻ വന്നിട്ട് ഇപ്പോൾ നവംബറിൽ തിരിച്ച് വന്നിട്ടാണ് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എത്തിയെന്നോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതോ ഒന്നും നമുക്ക് മുന്നേ വാങ്ങിയ കസ്റ്റമേഴ്സിന് പലർക്കും അറിയില്ല. എല്ലാവർക്കും സ്റ്റാറ്റസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പിന്നെ എന്നെ കാണുമ്പോഴൊക്കെ പറയട്ടോ വന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, കേക്ക് വേറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കുഴപ്പമില്ല, എന്തായാലും എങ്ങനെയായാലും ഒരു കേക്ക് കഴിച്ചാൽ പോലെ. അപ്പോൾ അങ്ങനെ അത് കാരണം ഓർഡേഴ്സ് കുറവാണ്. കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരുന്നു. ചില ക്ലബ്ബുകളിലേക്കും ഒക്കെ ആയിട്ട് കേക്ക് പീസ് കേക്കൊക്കെ ആയിട്ട് കഴിഞ്ഞ വട്ടം ഒരുപാട് പോയിട്ടുണ്ടായിരുന്നതാണ്. ഈ വർഷം പിന്നെ ഇങ്ങനൊരു ഗ്യാപ്പ് നമുക്ക് അത്യാവശ്യമായിരുന്നു പോകേണ്ടത് ആളുടെ അടുത്തേക്ക്, ദുബായിലേക്ക്. അപ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പോയിട്ട് വന്നപ്പോഴേക്കും ഒരു 7 മാസത്തെ ഗ്യാപ്പ് വന്ന കാരണമാണ് അങ്ങനെ സംഭവിച്ചത് കേട്ടോ. പിന്നെ വൈറ്റ് ഫോറസ്റ്റ് രണ്ടും സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്ക് പിന്നെ അതുപോലെ തന്നെ വേഗം ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് ആദ്യം തന്നെ ഒരു പാക്കറ്റ് ക്രീം ഞാൻ ആദ്യമേ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ നിന്ന് എടുത്ത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ സോസും ഫില്ലിങ്സും പ്രളയനൊക്കെ കൊടുക്കുകയെന്നൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന കേട്ടോ. സോസൊക്കെ ഒന്നും പുറത്തുനിന്ന് വാങ്ങുന്നില്ല. ക്രഷ് കൊടുക്കലുണ്ട് ചിലപ്പോൾ, പക്ഷേ ക്രഷിനേക്കാളും ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് ഇതിനാട്ടോ. നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് ഉള്ളത്. അത് മുന്നേ കഴിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ കേക്കും വേഗം തന്നെ സെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ടാണ് എടുത്തിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 kg വരുന്ന തന്നെയായി കേക്കും. അപ്പോൾ അതും ഫൈനൽ കോട്ട് കൊടുത്തിട്ട് സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഈ ഒരു പാലറ്റ് നൈഫ് റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കസ്റ്റമേഴ്സിനും ഇഷ്ടമാണ് ആ ഡിസൈൻ. കൂടുതലും ഈ ഒരു ഡിസൈൻ തന്നെ എല്ലാ കേക്കിലും വൈറ്റ് കളറ് ബേസ് വരുന്ന കേക്കുകൾക്കൊക്കെ തന്നെ കൊടുക്കലുള്ളത്. അപ്പോൾ ഈ ബട്ടർ സ്കോച്ചും പിന്നെ ഉണ്ടായിരുന്ന വൈറ്റ് ഫോറസ്റ്റും എല്ലാതും ഈ ഒരു സെയിം ഡിസൈൻ തന്നെയായിരുന്നു കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ക്രിസ്മസ് റീത്ത് വരില്ലേ, ആ ഒരു സ്റ്റൈലിൽ ചെയ്യാമെന്ന് വെച്ചിട്ട്, പക്ഷേ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയത് കൈ ഇങ്ങനെ കാണുന്ന കാരണം ശരിക്കും മനസ്സിലാവില്ല. പക്ഷേ അത്യാവശ്യം കാണുന്നവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവായിരിക്കില്ല. നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് ജെൽ കളർ ഡയറക്റ്റാണ് കേക്കിലേക്ക് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കേക്ക് ഫ്രിഡ്ജിലിരുന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റായ കേക്കിലാണ് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ക്രീം ബീറ്റ് ചെയ്ത ഉടനെ നമ്മൾ ഐസിങ് ചെയ്ത ഉടനെ ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ക്രീമും കളറും എല്ലാം കൂടെ ആകെ മിക്സായി ഇങ്ങനെ കുഴഞ്ഞു പോകും. ഒരു മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം എടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന പോലത്തെ ഡിസൈനാണ്. 2 സൈഡിലേക്കും ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിസ്മസ് റീത്തിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും. പിന്നെ കുറച്ച് റെഡ് കളറ് പൈപ്പിംഗ് ബാഗിൽ വൈറ്റ് ക്രീമിലാക്കിയിട്ടാണ് ആ ഒരു ചെറിയുടെ ഒരു ഡിസൈൻ പോലെ 3 ഡോട്ട് പോലെ കൊടുത്തിട്ട് ആക്കിയത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലായിരുന്നു ഒരു സ്പാനിഷ് ഡിലൈറ്റ് 1.5 kg വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം തന്നെ പിന്നെ ബേക്ക് ചെയ്ത് അതും തണുപ്പിച്ച് സെറ്റ് ചെയ്ത് എടുത്തു കേട്ടോ സ്പഞ്ചൊക്കെ. അപ്പോൾ അത് 7 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ട് ഒഴിച്ചത്. അങ്ങനെ 4 ലെയറിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. 1.5 kg ആണെങ്കിലും കേക്ക് ഫില്ലിങ്സ് എല്ലാം കൂടെ കൊടുത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് വരും. അപ്പോൾ നമ്മൾ 1 kgയുടെ സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്യുക. പിന്നെ ഫില്ലിങ്സ് അത്യാവശ്യം നല്ല തിക്കിലാണ് കൊടുക്കുക അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ കേക്കിൻ്റെ വെയിറ്റ് എങ്ങനെയായാലും ഒരു 1,600 നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ 4 ലെയർ സ്പഞ്ച് കൊടുക്കാമെന്ന് വെച്ചാൽ കേട്ടോ. അല്ലാതെ ഞാൻ കറക്റ്റ് 1.5 kgയുടെ സ്പഞ്ച് ചെയ്തിട്ട് പിന്നെ സ്പാനിഷ് പോലെയുള്ള കേക്കുകളിലൊക്കെ ഫില്ലിങ്സും എല്ലാം കൊടുത്തു കഴിഞ്ഞ് വെയിറ്റ് നോക്കുമ്പോൾ എങ്ങനെയായാലും 2 കിലോൻ്റെ മേലേക്ക് പിന്നെയും ഉണ്ടാവും കേക്ക്. അപ്പോൾ അത് നമുക്ക് നഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെയാണ് ചെയ്യൽ. ഇതായാലും അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും. കാരണം സ്പഞ്ചൊക്കെ നല്ല ഹൈറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫില്ലിങ്സും നന്നായി കൊടുക്കുന്നുണ്ട്. 3 ലെയറിലും ഫില്ലിങ്സും വരുമല്ലോ. അപ്പോൾ നട്ട്സാണ് കൊടുത്തിട്ടുള്ളത്. പീനട്ടും കാഷ്യൂനട്ടും കൂടിയിട്ടാണ് പ്രളയം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ. പിന്നെ സ്പാനിഷിൻ്റെ ഫില്ലിങ് ചോക്ലേറ്റ് ഗനാഷും ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീം, പിന്നെ അതുപോലെ സിറപ്പും സോക്ക് ചെയ്യുന്ന സിറപ്പും മിൽക്ക് സിറപ്പാണ് ഇട്ടുണ്ടാക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ മിൽക്ക് മെയ്ഡും ഒക്കെ കൊടുക്കുന്നുണ്ട് ഫില്ലിംഗ് ആയിട്ട്. അപ്പോൾ നല്ല റിച്ച് ടേസ്റ്റ് തന്നെ ആയിരിക്കും കേക്ക് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ കേക്കും വേഗം തന്നെ ഐസിങ് ചെയ്ത് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ട് പിന്നെ ഫൈനൽ കോട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിന് കസ്റ്റമർ നമുക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു റെഫറൻസ്, ഒരു സാന്താക്ലോസൊക്കെ നിൽക്കുന്നത്.
അപ്പോൾ ആ ഡിസൈൻ തന്നെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ആ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ന് വൈകുന്നേരം വന്ന് ഓർഡർ ആയ കാരണം രാത്രി തന്നെ കേക്ക് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഡിസൈനിങ് ഒക്കെ രാവിലെയാണ് പിന്നെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു റെഡ് കളർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പാലറ്റ് നൈഫിൽ റെഡ് കളർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് താഴെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബട്ടർ സ്കോച്ച് കേക്ക് പുറത്തെടുത്തു. അതിൽ പിന്നെ ആ റീത്തിൻ്റെ ഡിസൈൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ 2 ക്രിസ്മസ് ട്രീ ഇങ്ങനെ വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതും ജസ്റ്റ് ഒരു വൈറ്റും ഗ്രീനും വരുന്നൊരു ഷെയ്ഡിൽ അതും ഇതുപോലെ ജെൽ കളർ ബ്രഷിൽ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ സെറ്റായ കേക്കിൽ. പിന്നെ പിറ്റേ ദിവസം കാലത്താണ് സ്പാനിഷ് ഡിലൈറ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കോണ് വരുന്നില്ലേ, അങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ഇപ്പോൾ ഷോപ്പിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാം. പോപ്പപ്പ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റും പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്ത് ചെയ്യാമെന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ അത് സംഭവം നല്ല രസമായിട്ടുണ്ട്. നമുക്ക് ചെയ്യാനും വെക്കാനൊക്കെ സുഖമാണ് അത്. പിന്നെ ഫോണ്ടൻറ്റിലെ ഫ്ലവർ കട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ലീഫ് പോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലവർ കട്ട് ചെയ്തിട്ട് അതിനെ പിന്നെ 2 പീസാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിങ്ങനെ താഴെ നിന്ന് ഒട്ടിച്ചു കൊടുത്താൽ ശരിക്കും ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക് കിട്ടും കേട്ടോ. പിന്നെ സ്റ്റാർസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സാന്താക്ലോസിനെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ അതും പിന്നെ കുറച്ച് സ്നോ ഫ്ലേക്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കുകളൊക്കെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. പിന്നെ അതുപോലെ നമ്മൾ വെച്ച സ്റ്റാറിനൊന്നും റെഡ് കളർ ഇത്ര പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ജെൽ കളറൊന്നും ബ്രഷിൽ ടച്ച് ചെയ്തിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പോൾ നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ക്രിസ്മസ് വിശേഷങ്ങളുടെ കേക്കുകൾ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കേക്കുകളുടെ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ കുറച്ച് പേസ്ട്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് ഞാൻ അതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.